അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം ലഭിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ദിക്റിനെ കുറിച്ച് പറയാം. ഈ ദിക്ർ നല്ല നിയ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ചൊല്ലുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചെറുതും വലുതുമായ എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു തആല ഹാസുലാക്കി തരുന്നതാണ്. ഈ ദിക്ർ ചൊല്ലേണ്ട രൂപം പറയാം. നാം എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ളുഹ നിസ്കരിക്കുന്നവരാണ്. ഈ രണ്ടാലൊരു നിസ്കാരത്തിലെ ഏറ്റവും അവസാനത്തെ റക്അത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ സുജൂദിൽ കിടന്നുകൊണ്ട് ആ സുജൂദിൽ നാം പറയാറുള്ള സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നുള്ള ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഈ ഒരു ദിക്ർ 40 പ്രാവശ്യം നല്ല നിയ്യത്തോടുകൂടി ചൊല്ലി ആ നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അതിവേഗത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം അള്ളാഹു തആല പരിഹാരം നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ കൂടെ അള്ളാഹു തആല എടുത്തു പറഞ്ഞ അതിമഹത്തായ ഒരു ദിക്ർ കൂടിയാണ്. ചൊല്ലേണ്ട ദിക്ർ പറയാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ 40 പ്രാവശ്യം തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റക്അത്തിലെ ഏറ്റവും ഒടുവിലത്തെ സുജൂദിൽ, അല്ലെങ്കിൽ ളുഹ നിസ്കാരത്തിലെ ഏറ്റവും ഒടുവിലത്തെ റക്അത്തിലെ ഏറ്റവും അവസാനത്തെ സുജൂദിൽ ഈ ഒരു ദിക്ർ 40 പ്രാവശ്യം നല്ല നിയ്യത്തോടുകൂടി ചൊല്ലി നിസ്കാരം പൂർത്തിയാക്കി ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും അള്ളാഹു തആല മാറ്റിത്തരും. എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റിത്തരും. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി തരുന്നതാണ്. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.